കഴിഞ്ഞ ചാപ്റ്ററിൽ അതായത് 1950 to 1990 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ് ഇന്ത്യ എങ്ങനെയൊക്കെയാണ് സ്വയം പര്യാപ്തത നേടാൻ ശ്രമിച്ചു എന്നുള്ളത്. ഈ പരിശ്രമങ്ങൾക്കിടയിൽ ഇന്ത്യ ചില വാതിലുകൾ അടച്ചു കളഞ്ഞു എന്നുള്ളതും നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു ഈ അടച്ചു കളഞ്ഞ വാതിലുകൾ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതായത് 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ലൈസൻസ് രാജ് എന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു. ഈ ലൈസൻസ് രാജ് നിയമം മൂലം പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഉള്ള വ്യവസായങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ലൈസൻസ് കിട്ടുന്നതിന് വളരെ പ്രയാസകരമായിരുന്നു. ഇങ്ങനെ ലൈസൻസ് കിട്ടാനായിട്ട് കാലതാമസം നേരിട്ടപ്പോൾ അത് അഴിമതിക്കൊക്കെ കാരണമായിരുന്നു. അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ ഇന്ത്യയിൽ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് കോട്ട, ഉയർന്ന താരിഫൊക്കെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഈ അടഞ്ഞുകിടക്കുന്ന വാതിലുകളൊക്കെ തുറന്ന് ലോകത്തെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ സാംസങ്ങിന്റെ ഫോൺ ഉണ്ട്, ഐഫോൺ ഉണ്ടാവും, അതേപോലെ തന്നെ LG റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ LGയുടെ TVയോ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാലത്ത് ഈ വിദേശ വസ്തുക്കൾ ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ മാറി എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ മാറിയത്? അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വാതിലുകൾ ലോകത്തിന് മുന്നിൽ തുറന്ന ആ ചരിത്രപരമായ മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു രാജ്യം ഇറക്കുമതിക്ക് അതായത് ഇമ്പോർട്ടിന് ആവശ്യമായ പണം 6 മാസമോ അതിലധികമോ കാലത്തേക്ക് കരുതാറുണ്ട്. പക്ഷെ 1991 ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും 15 ദിവസത്തെ ഇറക്കുമതിക്ക് ആവശ്യമുള്ള പണം മാത്രമാണ്. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ കയ്യിൽ വേറൊരു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ എന്താക്കി? തങ്ങളുടെ കയ്യിലുള്ള സ്വർണം വിദേശ ബാങ്കുകളിൽ പണയം വെച്ചിട്ട് കടം വാങ്ങാനായിട്ട് തീരുമാനിച്ചു. അന്ന് 47 ടണ്ണ് സ്വർണമാണ് ബ്രിട്ടനിലേക്ക് ഫ്ലൈറ്റ് വഴിക്ക് അയച്ചത്. അതുകൂടാതെ തന്നെ ഇന്ത്യ കടം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് IMFന്റെയും അതേപോലെ തന്നെ ലോകബാങ്കിന്റെയും സഹായം അഭ്യർത്ഥിച്ചു. ലോകബാങ്കും IMFും ഇന്ത്യയെ സഹായിക്കാമെന്ന് ഏറ്റു. ഏകദേശം ഒരു $7 ബില്യൺ കടം നൽകാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഈ IMFും ലോകബാങ്കും കടം നൽകാമെന്ന് തീരുമാനിച്ചെങ്കിലും ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു ആ നിബന്ധനകൾ? ഒന്ന്, ഈ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളൊക്കെ മാറ്റണം. രണ്ടാമത്, ഈ അടഞ്ഞുകിടക്കുന്ന അതായത് ഈ അടഞ്ഞുകിടക്കുന്ന വാതിലുകളൊക്കെ തുറക്കണം. ഈ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് ലോകബാങ്ക് പണം കടം നൽകി. അങ്ങനെ ഈ നിബന്ധനകളൊക്കെ അംഗീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പുതിയ ഒരു നിയമം കൊണ്ടുവന്നത്. അതാണ് LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും സഹായിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു, ഗവൺമെന്റ് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതായത് ലൈസൻസ് രാജ് പോലുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു എന്ന് പഠിച്ചു. ഈ ലൈസൻസ് രാജ് നിർത്തലാക്കിയതോട് കൂടിയിട്ട് എന്തായി? പുതിയ വ്യവസായങ്ങൾക്കൊക്കെ മുൻനിരയിൽ വരാൻ സാധിച്ചു. സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ എഫിഷ്യന്റ് ആയി മാറി. അപ്പൊ കൂടുതലായിട്ട് ഉൽപാദനം വർദ്ധിച്ചു. അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു, എല്ലാ വ്യവസായങ്ങളും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ വ്യവസായങ്ങളൊക്കെ ഗവൺമെന്റ് ഉടമസ്ഥതയിൽ നിന്നും മാറി സ്വകാര്യ വ്യക്തികൾക്ക് കൂടിയിട്ട് പങ്കാളിത്തം നൽകി. അതായത് സ്വകാര്യ വ്യക്തികൾക്ക് കൂടിയിട്ട് ഉടമസ്ഥാവകാശം നൽകാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു. കാരണം ഈ ഗവൺമെന്റ് ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന വ്യവസായങ്ങളൊന്നും ലാഭകരമായിരുന്നില്ല. ഇത് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിന് കാരണമായത്. അതായത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റൈസേഷന് വിട്ടുകൊടുത്തതോട് കൂടിയിട്ട് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം ഒന്ന് കുറഞ്ഞു. ഇനി അടുത്തതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചിരുന്നു, പിന്നെ ഈ കോട്ട, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന്, അതേപോലെ ഉയർന്ന താരിഫൊക്കെ കാരണം വിദേശ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അതിർത്തികൾ ലോക വ്യാപാരത്തിനായിട്ട് തുറന്നു കൊടുത്തു. ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരത്തിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കി. ഇതോട് കൂടിയിട്ട് വിദേശ നാണ്യ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇന്ത്യയിൽ വിദേശ നാണ്യം ശേഖരം വർദ്ധിച്ചു. ഇനിയിപ്പോ നമ്മൾ പഠിച്ചു ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്ന നിയമങ്ങളൊക്കെ ലളിതമാക്കി എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ലൈസൻസ് രാജൊക്കെ നിർത്തലാക്കി എന്ന് നമ്മൾ പഠിച്ചു. ലിബറലൈസേഷൻ നമ്മളിപ്പോ പഠിച്ചു. ഈ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 5 മേഖലകളിലാണ് റിഫോംസ് കൊണ്ടുവന്നത്. ഏതൊക്കെയായിരുന്നു 5 മേഖലകള്? ഒന്നാമത്തത് ഇപ്പൊ പഠിച്ച പോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിഫോംസ്.
അതായത് ലൈസൻസ് രാജ് നിർത്തലാക്കി. ലൈസൻസ് രാജ് നിർത്തലാക്കിയതോട് കൂടിയിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി. പക്ഷേ ഈ ലൈസൻസ് രാജ് നിർത്തലാക്കിയെങ്കിലും എല്ലാ വ്യവസായങ്ങൾക്കൊന്നും ലൈസൻസ് രാജ് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചില വ്യവസായങ്ങൾക്ക് മാത്രം ലൈസൻസ് ഏർപ്പെടുത്തിയിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? മദ്യം, പുകയില, സിഗരറ്റ്, പിന്നെ അപകടകരമായ കുറച്ച് രാസവസ്തുക്കൾക്കൊക്കെ ലൈസൻസ് വെച്ചിരുന്നു. ബാക്കിയുള്ള വ്യവസായങ്ങൾക്കൊക്കെ മേലുള്ള ലൈസൻസ് നിർത്തലാക്കി. അതുപോലെ തന്നെ പൊതുമേഖലയുടെ ചുരുങ്ങൽ എന്ന് പറയുമ്പോൾ മുൻപ് സർക്കാർ ചെയ്തിരുന്ന പല കാര്യങ്ങളും പ്രൈവറ്റ് മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടി ചെറുകിട വ്യവസായങ്ങളൊക്കെ ആയിരുന്നു ഗവൺമെന്റ് ചെയ്തിരുന്നത്. ആ ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്ന പല ഉൽപ്പന്നങ്ങളും വൻകിട കമ്പനികൾക്ക് നിർമ്മിക്കാമെന്നായി. ഇനി അടുത്തതാണ് നമ്മൾ പറയുകയാണെങ്കിൽ ടാക്സ് റിഫോംസ് എന്ന് പറയുമ്പോൾ ഉയർന്ന നികുതി കാരണം പലപ്പോഴും നികുതി വെട്ടിപ്പൊക്കെ നടത്തിയിരുന്നു. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഈ ഉയർന്ന നികുതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ കോർപ്പറേറ്റ് നികുതിയും അതേപോലെ തന്നെ വ്യക്തിഗത നികുതിയും ഒക്കെ ഒന്ന് കുറച്ചു. അതേപോലെ തന്നെ നികുതി അടയ്ക്കുന്നതിനുള്ള മാർഗം കുറച്ചും കൂടി ലളിതമാക്കി. അടുത്തത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആണ്. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും RBIയുടെ മാറ്റമാണ്. RBI ഇപ്പൊ റെഗുലേറ്റർ എന്ന പദവിയിൽ നിന്ന് ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറി. അതായത് ബാങ്കുകൾക്ക് പലിശ നിരക്ക് നിശ്ചയിക്കാനായിട്ട് കൂടുതലായിട്ട് അനുവാദം നൽകി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്ന് പറയുമ്പോൾ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും വിദേശ നാണ്യം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താക്കി? രൂപയുടെ മൂല്യം മനഃപൂർവ്വം കുറച്ചു. അതേപോലെ തന്നെ രൂപയുടെ മൂല്യം മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് മാറാനായിട്ട് അനുവാദം നൽകി. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിഫോംസ് ആണ്. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിഫോംസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പഠിച്ചു കോട്ടാസ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന്, പിന്നെ ഇതൊക്കെ കാരണം വിദേശ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതൊക്കെ ഒഴിവാക്കി. അതിനുശേഷം പിന്നെന്താ, എക്സ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു. എക്സ്പോർട്ട് ഡ്യൂട്ടി കുറച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വസ്തുക്കൾ വിദേശ മാർക്കറ്റിൽ നമുക്ക് വിറ്റഴിച്ചിട്ട് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഇപ്പൊ നമ്മൾ LPGയിൽ വരുന്ന ലിബറലൈസേഷൻ ആണ് ഇപ്പൊ പഠിച്ചത്. ഇനി നമുക്ക് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു വ്യവസായങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നു എന്ന് പഠിച്ചു. അപ്പൊ ഈ വ്യവസായങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നെങ്കിലും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും ലാഭത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്താക്കി? ഗവൺമെന്റ് ഇത് പിന്നെ പ്രൈവറ്റ് മേഖലയ്ക്കും കൂടി വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ എന്താണ് ആക്ച്വലി പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാല്? പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ മാനേജ്മെന്റോ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്ന പ്രക്രിയയാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ രണ്ട് രീതിയിലുണ്ട്. എന്ന് പറയുമ്പോൾ ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികള് സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കോ വിൽക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന പ്രക്രിയയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ള ഗുണം എന്താണ്? ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനായിട്ട് സാധിച്ചു. അതായത് ഈ സമ്പത്ത്, ഇങ്ങനെ കിട്ടുന്ന പണം എന്താക്കാൻ സാധിച്ചു? വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് സാധിച്ചു. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ചെലവിടാനായിട്ട് സാധിച്ചു. എന്തിനായിരുന്നു ഗവൺമെന്റ് സ്വന്തം അധികാരത്തിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊക്കെ കുറച്ചിട്ട് ഇങ്ങനെ സ്വകാര്യ ബാങ്കുകൾക്കും സ്വകാര്യ മേഖലയ്ക്കും പങ്കാളിത്തം കൊടുക്കാനായിട്ട് കാരണം? നിയന്ത്രണങ്ങൾ കുറയും തോറും മത്സരം കൂടിക്കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ എന്താവും? കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ എഫിഷ്യന്റ് ആവും. മോഡേണൈസേഷൻ വരും. ഇത് നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മുൻപ് നമ്മളുടെ നാട്ടിലൊക്കെ BSNL മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ചിലപ്പോൾ BSNL മാത്രമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഈ ഇപ്പൊ നമുക്ക് ജിയോ, എയർടെൽ ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളുടെ സേവനം കിട്ടുന്നുണ്ട്. അപ്പൊ അതെന്താണ് കാരണം? BSNL ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നു. ഇപ്പൊ ജിയും അതേപോലെ തന്നെ എയർടെലൊക്കെ വന്നതോട് കൂടിയിട്ട് എന്താണ്, നമുക്ക് കൂടുതൽ ഡാറ്റയും സ്പീഡും കുറഞ്ഞ ചെലവിൽ കിട്ടുന്നുണ്ട്. അതെന്താണ്? കൂടുതൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരുമ്പോൾ അവർ തമ്മിലുള്ള മത്സരം വരും. അപ്പൊ അതിനനുസരിച്ച് ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുകയും ചെയ്യും. ഗവൺമെന്റിനും അതിന്റെ ലാഭം ഉണ്ടാവുകയും ചെയ്യും. ഇനി എന്താണ് ഗ്ലോബലൈസേഷന്? ഇപ്പൊ നമ്മൾ ലിബറലൈസേഷൻ പഠിച്ചു. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കുറച്ചതാണെന്ന് പഠിച്ചു. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാല് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പങ്കാളിത്തം നൽകി അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്നതാണെന്നും കൂടി പഠിച്ചു. ഇനി എന്താണ് ഗ്ലോബലൈസേഷന്? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന്, കോട്ട, താരിഫൊക്കെ കാരണം വിദേശ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് തടസ്സമുണ്ടായിരുന്നു. അപ്പൊ ആ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് അതിർത്തികൾ വ്യാപാരത്തിന് വേണ്ടിയിട്ട് തുറന്നു.
ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള പ്രധാന ഗുണം എന്താണ്? ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് ഉണ്ടായി എന്നുള്ളതാണ്. എന്താണ് ഔട്ട്സോഴ്സിംഗ്? അതായത് ഒരു രാജ്യത്തിന്റെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ പൈസയ്ക്ക് മറ്റൊരു രാജ്യത്തിന്റെ ഏജൻസിയെ ഏൽപ്പിക്കുന്നു. കുറഞ്ഞ പൈസയ്ക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ IT ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട്. അവർ കുറഞ്ഞ പൈസയ്ക്ക് ജോലി ചെയ്യാനായിട്ട് തയ്യാറാണ്. പ്രത്യേകിച്ചും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അപ്പൊ എന്താകുന്നു? വിദേശ രാജ്യങ്ങൾ അവരുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ ഏൽപ്പിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതായത് WTO എന്ന ഒരു സംഘടന രൂപീകരിച്ചു. അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത്. അതായത് ഇറക്കുമതി നിയന്ത്രണങ്ങളും വ്യാപാരത്തിനുള്ള മറ്റു തടസ്സങ്ങളും ഒക്കെ എടുത്തു മാറ്റിയിട്ട് ഫ്രീ ട്രേഡ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് WTO രൂപീകരിച്ചു. ഏതൊരു പ്രോഗ്രാമിനും ഉള്ളതുപോലെ തന്നെ ഗ്ലോബലൈസേഷനും ഗുണവും ദോഷവും ഉണ്ട്. ഗുണം എന്ന് പറഞ്ഞാല് ഇപ്പൊ വേൾഡ് മാർക്കറ്റിലേക്ക് നമുക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ കൺസ്യൂമറിന് കൂടുതൽ ചോയ്സ് ഉണ്ട്. ഇനിയിപ്പോ ദോഷം പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുകിട വ്യവസായങ്ങള് ലോകത്തിലെ വൻകിട കമ്പനികളോട് മത്സരിക്കാൻ പറ്റാണ്ട് നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ വിഷയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോണ് അത് ഡിസൈൻ ചെയ്യുന്നത് ഒരു രാജ്യത്തായിരിക്കും, അതിന്റെ പാർട്സ് നിർമ്മിക്കുന്നത് മറ്റൊരു രാജ്യത്തായിരിക്കും, അത് അസംബിൾ ചെയ്യുന്നത് മറ്റൊരു രാജ്യത്തായിരിക്കും. ഇത് തന്നെയാണ് ഗ്ലോബലൈസേഷന്റെ ഗുണം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് സാധ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. അതുകൊണ്ട് ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. പക്ഷെ ഇതുകൊണ്ട് ഇന്ത്യക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം.